ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ബ്രോ. ഒരുപാട് ലക്ഷ്യങ്ങളായിട്ട് ലൈഫിൽ അതാവണം ഇതാവണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവർ. പക്ഷേ സാഹചര്യങ്ങൾ കാരണം, പരാജയങ്ങൾ കാരണം എവിടെയും പലരും അവരുടെ ലക്ഷ്യങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന, വേറെ എന്തെങ്കിലും കാര്യത്തിൽ വേറെ എന്തെങ്കിലും ജോബ് എന്നുള്ള രീതിയിൽ പോകുന്ന, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ മാറ്റി വെക്കുന്ന പല ആളുകളുമുണ്ട്, 20s വ്യക്തികൾ തന്നെ. അപ്പോൾ അവരോടൊക്കെ കോമൺ ആയിട്ട് ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ റിസോഴ്സിൻ്റെ കുറവല്ല. റിസോഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ടൈമില്ല, എനിക്ക് പൈസ ഇല്ല, എനിക്ക് ഫാമിലി സിറ്റുവേഷൻ ഇന്നതാണ് എന്ന് പറയുന്നത് ഞാൻ റിസോഴ്സ് എന്ന കാറ്റഗറി കൂട്ടുകയാണ്. ഇതിൻ്റെ കുറവല്ല, ഇതിൻ്റെ പ്രശ്നമല്ല. ഈ റിസോഴ്സുകളെ നേടാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൻ്റെ കുറവാണ്. എനിക്ക് പറയാൻ കഴിയും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ട്രെയിനിങ് പഠിക്കാനായിട്ട് പോകാനായിട്ടില്ല. ഞാനപ്പോൾ വേറൊരു മെത്തേഡ് കണ്ടെത്തി. ഓക്കെ, എന്തെങ്കിലും ചെറിയ ചെറിയ സൈഡ് ബിസിനസ് ചെയ്യാം, അത് പഠിക്കാനായിട്ട് പൈസ ജനറേറ്റ് ചെയ്യാം. അത് പൈസ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പിന്നെയും വേറെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം. ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നീ ഫേസ് ചെയ്യാൻ പോകുന്നതൊന്നും നിന്നെക്കാട്ടിലും വലുതല്ല എന്നുള്ളത്. ആ ഒരു മഹാഭാരത യുദ്ധത്തിലോട്ട് പോകുന്നതിന് മുമ്പ് പറയുന്നൊരു കാര്യമാണ്. അത് തന്നെയാണ് നമുക്കുള്ളത്. അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും നമ്മളെക്കാട്ടിലും വലുതല്ല. അത് നമ്മളെക്കാട്ടിലും വലുതാണെന്ന് വിചാരിച്ചാൽ ഡെഫിനറ്റ്ലി നമ്മൾ പോയി തീർന്നു, ദാറ്റ്സ് ദ എൻഡ്. ഇല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ഫൈൻ, അത് ചെറിയൊരു പ്രോബ്ലം, അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു, ഫേസ് ചെയ്യുന്നു, അടുത്തത് വരുന്നു. സോ നമ്മൾ ഇതിനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക്, അതായത് പ്രോബ്ലത്തെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. ബട്ട് കുറേ അധികം ആൾക്കാർ പ്രോബ്ലത്തെ അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്, ജസ്റ്റ് സക്സസ് മാത്രമേ കാണുന്നുള്ളൂ. അതിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല. ഓടി ബാക്കിലോട്ട് പോകും തോറും അവർ പേടിക്കുന്നു, ലാസ്റ്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു. ഫെയിലിയേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യും. നമുക്കൊരു ഗോളുണ്ട്, അവിടെ എത്തിച്ചേരണമെന്ന് കുറേ ഫെയിലിയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് സുഖമായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് ആര് തന്നെയാണെങ്കിലും എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും എന്താണ് നിങ്ങളുടെ ഡ്രീമെങ്കിലും അച്ചീവ് ചെയ്യാൻ കഴിയും. ഓക്കെ ബ്രോ, നമ്മൾ ഈ രീതിയിലൊക്കെ ആണ് എന്നുണ്ടെങ്കിലും നമുക്കും പല സമയത്തും മടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അത് ബ്രോയ്ക്ക് വരാറുണ്ടോ? അതൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും മടി മാത്രമല്ല, ഡിസ്ട്രാക്റ്റഡ് ആവും ഇടയ്ക്ക്. എന്ത് കാര്യത്തിലാണ് ഡിസ്ട്രാക്റ്റഡ് ആവുക? മൈറ്റ് ബി ഇടയ്ക്ക് നമ്മൾ കുറേ അധികം നേരം റീൽസിലോട്ട് പുഷ് ചെയ്യുമായിരിക്കാം. എല്ലാവരും പോകുന്നൊരു കാര്യം തന്നെയാണ്. ദെൻ ഡീവിയേറ്റ് ആകാം, വർക്കിൽ നിന്ന് ഡീവിയേറ്റ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് എൻഗേജ് ആയിപ്പോകും. ഇത് ഡെഫിനറ്റ്ലി ഉണ്ടാകും. ഈ ഡിസ്ട്രാക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഉണ്ടാകും. ബട്ട് എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിനൊരു ടൈം കൊടുക്കുക. ഒരു 10 മിനിറ്റ് ലെറ്റ്സ് സേ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോൺ റിങ് ചെയ്തു, ഇല്ലെങ്കിൽ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, പോവുക, ഒരു 5 മിനിറ്റ്സ് കൊടുക്കുക, അത് നമ്മൾ യൂസ് ചെയ്യുക, എന്നിട്ട് സൈലൻ്റിൽ ഇട്ടിട്ട് ബാക്ക് ടു വർക്ക്. നമ്മളിത് ചെയ്യത്തില്ല. ഓക്കെ, അത് റിങ് ചെയ്തു, ഞാൻ അങ്ങോട്ട് പോത്തില്ല എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ച് നിർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്താ, ഒരു കുട്ടിയോട് പറയുകയാണ് അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളോട് ഒരാൾ പറയുകയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അത് തന്നെയാണ് നമ്മുടെ മനസ്സിലൂടെ പറയുകയാണ് വേണ്ട പോകണ്ട എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാടാൻ നോക്കും. സോ ഡിസ്ട്രാക്ഷനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണാതെ അത് നോർമലൈസ് ആണ്, അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ടൈം കൊടുക്കുക. ഡെഫിനറ്റ്ലി നമുക്കത് കവർ ചെയ്യാൻ കഴിയും. എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആവും, ബട്ട് ആ ഡിസ്ട്രാക്ഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് കൂടുതൽ സക്സസ് ആയിക്കൊണ്ടേയിരിക്കും, മൂവ് ഓൺ ആയി പോയിക്കൊണ്ടിരിക്കും. ബ്രോ വന്ന സമയത്ത് തന്നെ ഞാനൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഫാസ്റ്റ് റീബൂട്ടിനെ പറ്റിയിട്ട്. ഫാസ്റ്റ് റീബൂട്ട് എന്നുള്ളത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമാണ്. സോ നമ്മളെ തന്നെ ട്രേഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. സോ ഒരു വ്യക്തിയുടെ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വളരെ വലുതാണ്. ട്രേഡിങ്ങിൽ സ്ട്രാറ്റജി അല്ല വലുത്. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും, ഇന്ന സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ പറ്റുമെന്ന്. ഒരിക്കലുമില്ല. സ്ട്രാറ്റജി പഠിക്കണേ ആരും വേണം ആയിക്കോട്ടെ. ഒരു സ്ട്രാറ്റജി പഠിക്കാൻ എന്നാ സമയം വേണം? ലെറ്റ്സ് സേ ഒരു 3 മാസത്തിൽ 3 ആഴ്ച മതി. വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് എല്ലാവർക്കും പഠിച്ചു കഴിയാൻ പറ്റും. ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചുകൂടെ? എന്തിനാണ് സ്ട്രാറ്റജി പറയുന്നത്? എന്നിട്ടും എന്തുകൊണ്ടല്ലേ ഇത്രയും വലിയ സ്ട്രാറ്റജീസ് എല്ലാവരും പഠിച്ചിട്ടും സ്റ്റിൽ ലോസ് ചെയ്ത് നിൽക്കുന്നു? എന്തുകൊണ്ടാണ്? സൈക്കോളജി മനസ്സിലാകുന്നില്ല. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് കുറേ അധികം ചെക്ക് ലിസ്റ്റ് കാണും. ഞാൻ ഇന്ന സമയത്ത് ചെയ്യത്തില്ല എന്നുള്ളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, പലർക്കും അറിയാം. ട്രേഡിങ്ങിൽ തന്നെ പലരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന തെറ്റുകൾ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 തവണ ഒരു ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 8 തവണ ഇല്ല 7 തവണ സെയിം മിസ്റ്റേക്ക് ആയിരിക്കും. പുതിയതായിട്ട് 3 ഇല്ലെങ്കിൽ 2 ബാക്കി കോമൺ ആയിട്ട് വന്നാൽ ഒരെണ്ണം തന്നെയാണ്. സോ ഈ റെപ്പറ്റീഷനെ കുറയ്ക്കാൻ പറ്റുക. ഒരു മോങ്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും തെറ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മളൊരു തെറ്റ് ചെയ്യുന്നു, അതൊരിക്കലും നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് കാണണ്ട, തിരുത്താനായിട്ടുള്ള ചാൻസാണ്. പിന്നെയും നമ്മളത് സെയിം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്കാണ്, അത് നമ്മളുടെ മണ്ടത്തരമാണ്. അത് തിരുത്താനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് വേണം.
അതിനു മുമ്പ് നമ്മുടെ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം, അക്സെപ്റ്റൻസ് വേണം. നമ്മൾ ചെയ്തത് തെറ്റാണ്, മറ്റൊരാളോട് സോറി പറയാൻ പോലും പലർക്കും മടിയാണ്. ഞാനാണ് ശരി, ഈഗോയുടെ ഒരു പ്രശ്നമുണ്ട്, അത് മാറ്റിയാൽ തന്നെ ഓക്കെ. ഞാൻ തെറ്റ് ചെയ്തു, ഞാനത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിരുത്താനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് വരും. അടുത്തോണം തിരുത്തുക, ശരിയായി തന്നെ പോകാൻ കഴിയും. ഇതാണ് എല്ലാ ട്രേഡേഴ്സും ഇമോഷണലി ചെയ്യേണ്ട ഒരു കാര്യം. ദെൻ നല്ല രീതിയിൽ ഇമോഷണലി സ്ട്രോങ് ആകേണ്ടതാണ്. പല പ്രാവശ്യം നമ്മൾ ഫെയിലർ ആയിപ്പോവും, ബ്രേക്ക് ഡൗൺ ആയിപ്പോവും. മൈറ്റ് ബി എൻ്റെയൊക്കെ സ്റ്റേജിൽ ഞാൻ ഒരു 3 ദിവസം റൂമിലിരുന്ന് അടച്ചിരുന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ലൈക്ക് എനിക്ക് പുറത്തോട്ട് പോകുമ്പോൾ തിരിച്ച് ആ റൂമിലോട്ട് കയറണം എന്നൊരു സംതിങ് മെൻ്റലി എനിക്ക് തോന്നിക്കൂറാം. പക്ഷേ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നു ആ ഒരു സിറ്റുവേഷൻ. ഞാനപ്പോൾ ലാപ്പും സിസ്റ്റം എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടിട്ട് ഞാൻ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് കിടന്നുറങ്ങി. കാരണം അത്രയ്ക്ക് ഫ്രസ്ട്രേഷനിൽ എല്ലാവരും പോയിട്ടുണ്ട്, എല്ലാ ട്രേഡേഴ്സും ബ്രേക്ക് ഡൗണിൽ കൂടെ പോയിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിലായിരിക്കും? ഒരു 19-20 ഗ്യാപ്പിൽ. 19 ഏജിലുള്ള അരുൺ മുരളിക്ക് 25-ലുള്ള അരുൺ മുരളി ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? 19-ലുള്ള അരുൺ കണ്ടിന്യൂ ചെയ്യുക. ഇത്രയും നാളും ചെയ്തത് ഒരിക്കലും കുറയരുത്, കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ച് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും വിചാരിച്ചതിനേക്കാളും കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ഓൾസോ എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, മാനിഫെസ്റ്റേഷൻ, പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. ഡെഫിനറ്റ്ലി ഗ്രാൻഡ് ഗാർഡൻ വൺ ഓഫ് ദി, എനിക്ക് കുറേ അധികം മെൻറ്റേഴ്സ് ഞാൻ ശരിക്ക് ലൈക്ക് 1 മണി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രേഡർ ആകാനായിട്ട് ട്രേഡിംഗ് കോഴ്സ് മാത്രമല്ല എടുത്തിട്ടുള്ളത്. ഇതെല്ലാവരും മനസ്സിലാക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഒരു ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ അയാൾ പേഴ്സണലി ഡിസിപ്ലിൻഡ് ആയിരിക്കണം, പേഷ്യൻസ് ആയിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഒരു ട്രേഡർ ആകാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് പോയി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂട്ടാനായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ കോഴ്സസിന് പോയി. ആർക്കും ഒരിക്കലും ഒരു കുറവ് തോന്നരുത്, എനിക്ക് ലാംഗ്വേജ് ഉണ്ട്, ഞാൻ എന്തിനാണ് വേറെ പോകുന്നതെന്നുള്ളത്. ഇതെല്ലാവരുടെയും ഒരു ഈഗോയാണ്, നമ്മളതങ്ങ് ബ്രേക്ക് ചെയ്തേക്കണം. സോ ഇതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്കന്ന് മനസ്സിലായ ഒരു കാര്യമാണ്, അതിനകത്ത് പറയുന്നുണ്ട് എല്ലാ ദിവസവും ഒരു 10 വർഷം കഴിയുമ്പം ഇല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്തായി തീരണം എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അതിലൊരു കാര്യമായിരുന്നു ട്രേഡ് മാക്സ് അക്കാഡമി കേരളത്തിലെ നമ്പർ 1 അക്കാഡമി ആവുമെന്നുള്ളത്. 2 വർഷമായുള്ളൂ, 5 വർഷത്തിന് മുമ്പേ അത് അച്ചീവ് ആയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അത്. മാനിഫെസ്റ്റേഷൻ.